അപ്പൊ കള്ളുകൂടി വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? അപ്പൊ റസൂലുള്ളാഹിനെ വിജയിപ്പിക്കൽ നമ്മളെ കർത്തവ്യമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ യൂണിറ്റിലും ഒരു കള്ള് ഷാപ്പ് തുറന്നേ പറ്റുള്ളൂ. വർദ്ധിച്ചു കാണിച്ചു കൊടുക്കണ്ടേ? റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം, ആ പ്രവചനം പരാജയപ്പെട്ടു പോകാൻ പാടില്ല. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, എന്താണ് ഇസ്ലാം അല്ലെങ്കിൽ മതം, റബ്ബ് നമ്മോട് കൽപ്പിക്കുന്നത്? അല്ലാഹു നമ്മോട് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ്, നമുക്ക് ഗുണമുള്ളത് മാത്രമാണ്, നമുക്ക് ഉപകാരമുള്ളത് മാത്രമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചത് മാത്രമാണ്. ഉദാഹരണത്തിന് പറയട്ടെ, മദ്യപാൻ. രാജ്യത്തെ വലിയൊരു ജനവിഭാഗം ഇഷ്ടപ്പെടുന്നു മദ്യപാനത്തെ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് മദ്യപാനത്തെ ഒരിക്കലും എതിർക്കുകയില്ല, എതിർക്കേണ്ടതില്ല, എതിർക്കാൻ റബ്ബിനാവില്ല. കാരണം റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ള റബ്ബ് മദ്യപിക്കരുതെന്ന് പറയില്ല. പടച്ച റബ്ബിന്റെ ശൈലി അതല്ല, മറിച്ച് പടച്ച റബ്ബ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അനുവദിച്ച് നൽകുകയാണ്. ഇപ്പോ പ്രസംഗം റൂട്ടിലേക്ക് കയറുന്നുണ്ട്. ദൂരെ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ പ്രസംഗം ശ്രദ്ധിക്കാം. കാരണം റബ്ബിന് നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നതും ഉണ്ട്. അത് ഉസ്താദുമാരൊക്കെ പലപ്പോഴും പറയാത്തതാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത് വരാമല്ലോ. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പറയില്ല. റബ്ബിനതിനാവില്ല. കാരണം റബ്ബ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കാൻ സ്നേഹിക്കുന്ന റബ്ബിനൊരിക്കലും ആവില്ല. ഓർത്തു നോക്കൂ, നിങ്ങളൊരു കുട്ടിയെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കും. നിങ്ങൾക്കാവുന്നതൊക്കെ ആ കുട്ടി ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കും. റബ്ബിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യപ്പെടുന്നതൊന്നും ചെയ്യാൻ റബ്ബ് അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. റബ്ബ് പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. മദ്യപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മതത്തിന്റെ കൂടെ നിൽക്കാൻ മദ്യപിച്ചു പോയ അനുജന്മാരെ നിങ്ങൾക്ക് കഴിയില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നാം മദ്യപിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ കൂടെ നിൽക്കാൻ പഠിക്കുക. എന്താണ് ഞാൻ ഈ പറയുന്നത്? കാരണന്മാർക്ക് വേണ്ടി മുന്നിൽ സീറ്റ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അവരെന്നോട് ദേഷ്യപ്പെടാക്ക, ഞാൻ ഉള്ളത് തന്നെയാ പറയുന്നത്, അലങ്കാരത്തിന് പറയുന്നൊന്നുമല്ല. റബ്ബ് തീർച്ചയായും പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെ എതിർക്കാൻ റബ്ബ് ഒരിക്കലും വരില്ല.